നമസ്കാരം. ഓ ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം അധ്യായം 1. ഉപരിചര വസുവിൻ്റെ രേതത്തിൻ്റെ പൊതി ഒരു പരുന്തിൻ്റെ കയ്യിൽ തൻ്റെ പത്നിക്ക് കൊടുത്തയച്ചുവല്ലോ. അത് അബദ്ധത്തിൽ യമുനാ നദിയിൽ വീണുപോയി. അവിടെ ഉണ്ടായിരുന്ന അദ്രിക അത് അബദ്ധത്തിലെടുത്ത് വിഴുങ്ങി. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഒരു മുക്കുവൻ അഴകുള്ള മത്സ്യത്തെ വലയിട്ട് പിടിച്ചു. ഇപ്പോൾ അദ്രിക മത്സ്യരൂപിണിയാണല്ലോ. ഇതിനെ വലയിട്ട് പിടിച്ചു കറി വെക്കാനായിട്ട് അതിൻ്റെ വയറ് കീറിയപ്പോൾ 2 കുട്ടികൾ പുറത്തു വന്നു. സുന്ദരിയായ ഒരു പെൺകുട്ടിയും നല്ല തേജസ്സുള്ള ഒരു ആൺകുട്ടിയും. അപ്പോൾ സാധാരണ പ്രജകൾ ചെയ്യുന്നത് പോലെ തന്നെ ഈ മുക്കുവൻ രാജാവിന് ഈ 2 കുട്ടികളെയും കാഴ്ചവെച്ചു. രാജാവാണെങ്കിൽ അഴകുള്ള ആൺകുട്ടിയെ മാത്രം സ്വീകരിച്ചിട്ട് പെൺകുട്ടിയെ മുക്കുവിന് തന്നെ കൊടുത്തു. അങ്ങനെ മുക്കുവിന് തിരിച്ചു നൽകിയ പെൺകുഞ്ഞാണ് കാളിയെന്നും മത്സ്യോദരി അല്ലെങ്കിൽ മത്സ്യഗന്ധി എന്നും വിഖ്യാതയായി തീർന്നത്. അവൾ മുക്കുവിൻ്റെ ഗൃഹത്തിൽ തന്നെ വസുപുത്രിയായി വളർന്നു വന്നു. ഇനി അടുത്ത ശ്ലോകത്തിലെ പ്രതിപാദ്യം എന്താണെന്ന് നോക്കാം. ഋഷയ ഊചു. ശ്ലോകം 40. അദ്രിക മുനിനാ ശപ്ത മത്സ്യജാതാവരാപ്സരാഹ വിദാരിച ചദാശേന വൃതാച ഭക്ഷിതാ പുനഃ. ബ്രാഹ്മണശാപത്താൽ മത്സ്യമായി തീർന്ന അദ്രിക എന്ന അപ്സരസിനെ മുക്കുവൻ കീറിക്കൊന്നു തിന്നുവല്ലോ. ശ്ലോകം 41. കിം ബഭൂവ പുനസ്തസ്യ അപ്സരായാവദസ്വതത് ശാപസ്യാന്തം കഥം സൂത കഥം സ്വർഗമവാപസാം. സൂത, പിന്നെ ആ അപ്സരസിന് എന്തു സംഭവിച്ചെന്ന് പറയൂ. ശാപാന്ത്യം എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് അവൾ സ്വർഗം പൂകിയത്? സൂത ഉവാച. ശ്ലോകം 42. ശപ്താ യദാ സമുനിന വിസ്മിതാ സാംബഭൂവഃ സ്തുതിം ചകാര വിപ്രസ്യ ദീനേവ രുദതീ തദാ. മത്സ്യമായി തീരട്ടെ എന്ന് ബ്രാഹ്മണൻ ശപിച്ചപ്പോൾ അവൾ ആ ബ്രാഹ്മണനെ ദയനീയമായി കരഞ്ഞുകൊണ്ട് സ്തുതിച്ചു. ശ്ലോകം 43. ദയാവൻ ബ്രാഹ്മണ പ്രാഹ താം തദാ രുദതിം സ്ത്രിയം മാ ശോകം കുരു കല്യാണി ശപാന്തം ദേവതാമ്യഹം. ദയാലുവായ ബ്രാഹ്മണൻ വിലപിക്കുന്ന ആ സ്ത്രീയോടപ്പോൾ പറഞ്ഞു, ഭദ്രേ, നീ ദുഃഖിക്കാതിരിക്കൂ. നിനക്കെങ്ങനെ ശാപമോക്ഷം കിട്ടുമെന്ന് ഞാൻ പറയാം. ശ്ലോകം 44. മൽക്രോധശാപയോഗേന മത്സ്യയോനിം ഗതാ ശുഭേ മാനുഷൗ ജനയിത്വാ ത്വം ശാപമോക്ഷം അവാപ്സ്യസി. ശുഭേ, ഞാൻ കോപിച്ചു ശപിച്ചത് നിമിത്തം നിനക്ക് മത്സ്യയോനിയിൽ ജനിക്കേണ്ടി വരും. എങ്കിലും 2 മനുഷ്യ ശിശുക്കളെ പ്രസവിച്ചു കഴിഞ്ഞാൽ നിനക്ക് ശാപമോക്ഷം ലഭിക്കും. ശ്ലോകം 45. ഇത്യുക്ത്വാ തേന സാ പ്രാപ മത്സ്യദേഹം നദീജലേ ബാലകൗ ജനയിത്വാ സാ മൃതാ മുക്താ ച ശാപത. ബ്രാഹ്മണൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ നദീജലത്തിൽ ഒരു മത്സ്യമായി പിറന്നു. 2 മനുഷ്യ ശിശുക്കളെ ജനിപ്പിച്ചിട്ട് മരിച്ച് ശാപവിമുക്തയായി. ശ്ലോകം 46. സന്ധ്യജ്യ രൂപം മത്സ്യസ്യ
ദിവ്യരൂപമവാപ്യ ച ജഗാമാമരമാർഗം ച ശപാന്തേ വരവർണ്ണിനീം. സുന്ദരിയായ അപ്സരസ മത്സ്യരൂപം ഉപേക്ഷിച്ച് ദിവ്യമായ രൂപം പ്രാപിക്കുകയും ശാപാവസാനം ദേവമാർഗത്തിലെത്തുകയും ചെയ്തു. ശ്ലോകം 47. ഏവം ജാതാവരാ പുത്രീ മത്സ്യഗന്ധാവരാനന പുത്രീ ച പാല്യമാനാ സാ ദാശഗേഹേ വ്യവർത്ഥത. ഇങ്ങനെ ശ്രേഷ്ഠമായ വംശത്തിൽ ജനിച്ച് മത്സ്യഗന്ധി എന്നു പേരുള്ള സുന്ദരി ദാശൻ മകളായി സംരക്ഷിച്ച അവൾ ദാശഗ്രഹത്തിൽ തന്നെ വളർന്നു. ശ്ലോകം 48. ഒന്നാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. മത്സ്യഗന്ധാ തഥാ ജാത കിശോരീ ചാതിസുപ്രഭാഃ തസ്യ കാര്യാണി കുർവാണ വാസവീ ചാതിസുപ്രഭാം. മത്സ്യഗന്ധിക്ക് അതിമനോഹരമായ കൗമാരം വന്നു ചേർന്നു. സുന്ദരിയായ വസുപുത്രി ദാശനെ പരിചരിച്ചുകൊണ്ട് ദാശഗ്രഹത്തിൽ ജീവിച്ചു. ഇത് ശ്രീദേവി ഭാഗവതേ ദ്വിതീയസ്കന്ധേ പ്രഥമോധ്യായഃ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.